ഹായ് ഫ്രണ്ട്സ്, പ്രണവാൻ പ്രതി ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കൊഞ്ച് തീയൽ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൊഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കൊഞ്ച് തീയലാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു തീയലാണ് കൊഞ്ച് തീയൽ എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ പിള്ളേർക്ക് അത്ര താല്പര്യമില്ലെങ്കിലും ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, അതുപോലെ തന്നെ പുളിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊഞ്ചെല്ലാം പൊളിച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചട്ടി ചൂടായപ്പം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കടുകിട്ട് കൊടുത്തു. കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇത്തിരി ഉലുവയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇവിടെ കൊഞ്ച് തീയൽ വെക്കുന്ന സമയത്ത് പിള്ളേരങ്ങനെ കൂട്ടത്തില്ല, കാരണം അവന്മാർക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ കൊഞ്ച് തീയൽ. അപ്പോൾ പക്ഷേ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്, കാരണം കൊഞ്ച് തീയൽ വെക്കുന്ന സമയത്ത് പിള്ളേർ കൂട്ടാത്തതുകൊണ്ട് നമുക്കൊരിതാണ് കേട്ടോ. പിന്നെ ഈ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഉലുവൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ അത് ഇത്തിരി ഒന്ന് ഇതാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണേ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കണേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാൻ മറക്കല്ല കേട്ടോ. ഒരു മണവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, രുചിയൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളിയാണ് ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത് കേട്ടോ. എന്നാൽ മാത്രമേ ഇത്തിരി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ചെറിയ ഉള്ളിയും നല്ലപോലെ അതിൻ്റെ കൂട്ടത്തിലിട്ട് വഴറ്റി നല്ലവണ്ണം ബ്രൗൺ കളർ ആകുന്നിടം വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അപ്പോൾ കൊഞ്ചും അതിൻ്റെ കൂട്ടത്തിലിരിക്കുന്ന കുറച്ച് എനിക്ക് തല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്, മീൻ്റെ എല്ലാം തല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കൊഞ്ചിൻ്റെ തലയും കൂടെ കുറച്ച് ഞാൻ എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ ഉള്ളിയെല്ലാം നല്ലവണ്ണം വഴറ്റി അതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇടുക കേട്ടോ. എരിവിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പം നല്ലവണ്ണം ഏകദേശമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ചുമന്നുള്ളി ഏകദേശം നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിലോട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ, വേറൊരു പാത്രം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. പാത്രം വേറെ എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അതെല്ലാം കൂടെ നല്ലവണ്ണം പച്ചമണം മാറുന്നതിനും വരെ ഇളക്കി എടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പം അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം അതൊന്ന് വേകുന്നിടം വരെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പുളിയും കൂടെ ചേർക്കാൻ മറക്കരുത്. അതെടുക്കാൻ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അപ്പോൾ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് നല്ലവണ്ണം ഒന്ന് വെന്ത് കുറുകി വരുമല്ലോ, അത് നല്ലവണ്ണം ഒന്ന് കുറുകുന്നിടം വരെ അത് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ച് അടച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഉണ്ണീസും അമ്പാടിയും അമ്മമ്മയും കൂടാണ് കേട്ടോ പരിപാലനം. അപ്പം അമ്പാടിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ അവൻ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. അവനിങ്ങനെ ഇളക്കാനും അങ്ങനെ ഓരോന്ന് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കുന്നവന് ഇഷ്ടമല്ല. പക്ഷേ ഞാനിപ്പോൾ അവൻ വീഡിയോ എടുത്തപ്പോൾ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനങ്ങനെ ഇളക്കിയൊക്കെ കൊടുത്തു. അവനങ്ങനെയൊക്കെയുള്ള ജോലികൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നല്ലവണ്ണം അത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അതിന് ശേഷമാണ് കേട്ടോ കൊഞ്ചിട്ട് കൊടുക്കുന്നത്. അപ്പം അത് ഏകദേശം അത് നല്ലവണ്ണം വെന്തു. ഇനിയിപ്പം കൊഞ്ചിട്ട് കൊടുക്കുക.
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതുകൂടെ അതിൻ്റെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ ആരും തലയൊന്നും കൂട്ടത്തില്ല കേട്ടോ. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ തല. മീനിൻ്റെ തല പൊതുവേ ഇഷ്ടമാണ്. അപ്പം ഈ കൊഞ്ചിൻ്റെ തലയും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് തല ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇനി അതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. പിന്നെ ഒരു കാര്യം, ഈ കൊഞ്ച് ഒത്തിരി നമുക്ക് വേവിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒത്തിരി വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് റബ്ബർ പോലാകുവേ. അപ്പോൾ അങ്ങനെ കൊഞ്ച് തീയലൊക്കെ റെഡിയായി. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അമ്മ തന്നെയാണ് വെച്ചത്. അമ്മയ്ക്കാണെങ്കിൽ കൂടുതൽ ഈ നോൺ വെജൊക്കെ അമ്മയ്ക്ക് നല്ലവണ്ണം വെക്കാൻ അറിയാവേ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് തീയൽ റെഡി. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലായിട്ടും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.